ഇന്ന് നമുക്ക് വൈറ്റമിൻ ഡി കുറഞ്ഞു പോയാൽ നമ്മുടെ തലച്ചോറിന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നോക്കാം. നമ്മുടെ തലച്ചോറിലെ നാഡികൾ, അതായത് ന്യൂറോൺസിനെ എല്ലാം ശക്തിപ്പെടുത്തുവാനും പ്രൊട്ടക്റ്റ് ചെയ്യുവാനും വൈറ്റമിൻ ഡി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂറോണിൻ്റെ വളർച്ചയ്ക്കും. അതുപോലെ തലച്ചോറിലെ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവ നമ്മുടെ മെമ്മറി, നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ വളരെയധികം നിർണ്ണയിക്കുന്ന ഒരു ഘടകമാണ് ഹിപ്പോ ക്യാമ്പസ്. അപ്പോൾ ഹിപ്പോ ക്യാമ്പസിൻ്റെ വലിപ്പത്തിനും അതിൻ്റെ വോള്യത്തിനും ഒക്കെ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് പുതിയ പഠനങ്ങൾ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ നമ്മുടെ ഓർമ്മശക്തി, നമ്മുടെ ചിന്താശക്തി, നമുക്ക് കാര്യങ്ങൾ അപഗ്രഥിക്കാനുള്ള കഴിവ്, ഇവയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് വൈറ്റമിൻ ഡിയും കൂടെ ചേർത്താണ്. വൈറ്റമിൻ ഡി മാത്രം പോരാ, തലച്ചോറിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒമേഗ ഫാറ്റി ആസിഡ്സ് വേണം, അതുപോലെ വൈറ്റമിൻ B6 വേണം. പക്ഷേ വൈറ്റമിൻ ഡിയുടെ ഒരു സാന്നിധ്യം ബാക്കിയുള്ള ഘടകങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, അൾഷൈമേഴ്സ് തടയുവാൻ വൈറ്റമിൻ ഡി സഹായിക്കുന്നു. അൾഷൈമേഴ്സ് തടയാൻ മാത്രമല്ല, പാർക്കിൻസൺസ് ഡിസീസ് തടയുവാനും എല്ലാവിധ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് തടയുവാനും വൈറ്റമിൻ ഡി സഹായിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം, ഗർഭസ്ഥ അവസ്ഥയിലിരിക്കുന്ന സമയത്താണ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അമ്മ വൈറ്റമിൻ ഡി വളരെ നന്നായിട്ട് എടുത്താൽ മാത്രമേ കുട്ടികളിലെ പല ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സും തടയാൻ സാധിക്കുകയുള്ളൂ. ഓട്ടിസം പോലുള്ള അസുഖങ്ങൾ തടയുവാൻ വൈറ്റമിൻ ഡി നിർബന്ധമായിട്ടും അമ്മയ്ക്ക് കിട്ടണം. അപ്പോൾ വെയിൽ കൊള്ളുന്നത് കൂടാതെ ഒരു മുട്ട ഡെയിലി അമ്മ കഴിക്കണം. 1-2 കഴിക്കണം. കാരണം അവയിൽ എഗ് യോക്കിൽ വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ എല്ലാവിധ വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിൽ ഡോപ്പമൈൻ, ബ്രെയിനിൽ നിന്നും ഡോപ്പമൈൻ, സെറോട്ടോണിൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാക്കുവാനും വൈറ്റമിൻ ഡി വേണം. സൂര്യപ്രകാശമേറ്റാൽ വൈറ്റമിൻ ഡി കിട്ടും. വൈറ്റമിൻ ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറോട്ടോണിനും അതുപോലെ തന്നെ ഡോപ്പമൈനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും. ഈ 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മുടെ മൂഡ് നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളുടെ മാനസികാവസ്ഥ. ഇത് കുറഞ്ഞു പോയാൽ ആങ്സൈറ്റിയും ഡിപ്രഷനും വരും. നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ്, കുട്ടികളിലും വലിയ ആൾക്കാരിലും ഉള്ള ഡെവലപ്മെൻറ്റ്, അതുപോലെ ബ്രെയിനിലെ ടോക്സിൻസ് കളഞ്ഞ് അൾഷൈമേഴ്സിൽ നിന്ന് നമ്മുടെ ബ്രെയിനെ സംരക്ഷിക്കൽ. മൂന്നാമത് നമ്മുടെ മൂഡ് നിർണ്ണയിക്കൽ. നമ്മുടെ ഡിപ്രഷനും ആങ്സൈറ്റിയൊക്കെ ഒഴിവാക്കണമെങ്കിൽ, നല്ല എനർജറ്റിക് ആയിട്ടിരിക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ആവശ്യമാണ്. അൾഷൈമേഴ്സ് ഈ ലോകത്ത് വളരെയധികം കൂടി വരുന്നുണ്ട്. അതുപോലെ കോഗ്നിറ്റീവ് ഏജിങ്, നമ്മുടെ തലച്ചോറിനുണ്ടാകുന്ന ഓർമ്മക്കുറവ് ഈ ഒരു തലമുറയിൽ, അതുപോലെ തന്നെ നമുക്ക് തൊട്ട് മുമ്പിലുള്ള തലമുറയിലും വളരെയധികം കൂടി വരുന്നുണ്ട് ഓരോ വർഷവും. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ തലച്ചോറിനെ സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.